പറിക്കാൻ പോകുന്നു ആദിരാവിലെ ആര് നിങ്ങൾക്ക് ആവശ്യം ആദിരാവിലെ പറിക്കാൻ പോരുമോ ആദിരാവിലെ ആര് നിങ്ങൾക്ക് ആവശ്യം ആദിരാവിലെ അതെ സുധ നിർത്തിക്കേ അതെ നിന്റെ ആ സാറിനോട് പറഞ്ഞിട്ട് അത് ഒരു കട്ട കുറച്ച് ചെയ്യാൻ പറ. ലളിത ഒരു കട്ട കുറച്ചോ? അല്ല അത് ശരിയാവൂല. ഞാനാണിത് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്ന് കണ്ണി കണ്ടൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അവര് സമ്മതിക്കൂല. അവർ ജീവിതം അതൊന്നും ഊരി എടുക്കുന്നില്ല, ശ്രുതി കുറയ്ക്കാനാണ് പറഞ്ഞത്. ഇതിന്റെ മ്യൂസിക് അറിയില്ലല്ലോ. അതെ നിർത്തേ എന്റെ ലോലിത, എനിക്ക് ഈ പാട്ടല്ലാതെ വേറൊരു പാട്ട് അറിഞ്ഞൂടെ? എനിക്ക് കഴിഞ്ഞ ഓണപരിപാടിക്ക് ഈ പാട്ടല്ലേ പാടിയത്? ആ പാട്ട് പാടുണ്ടെന്താ താലൂക്ക് തലത്തിൽ നമ്മുടെ ഓഫീസിന് ഒരു സമ്മാനം കിട്ടില്ല. ഒന്ന് മാറ്റിപ്പിടിക്കാത്. മണ്ടു നീ വീട്ടിൽ പോ. ഞാൻ ഓണപരിപാടി ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അതെന്ത് വർത്താനാണ്? ഇല്ല എന്താ ഓളെ പറഞ്ഞു വിടണ്ട. ഓള് നന്നായിട്ട് പറഞ്ഞാണ് എനിക്ക് വെക്കോ. ഞാൻ ഇല്ലെങ്കിൽ എന്റെ ഭാര്യ ഇല്ല. അങ്ങനല്ല, ഭാര്യ ഇല്ലെങ്കിൽ പിന്നെ ഇല്ല. ഇങ്ങനെ വഴക്കുണ്ടാകല്ലേ ഏട്ടാ. നമ്മൾ എല്ലാരും കൂടി ഒത്തൊരുമിച്ച് നിന്നാലല്ലേ സമ്മാനം കിട്ടൂ. ഞാൻ പറഞ്ഞ അനുസരിച്ചാ മതി. വീട്ടിൽ പോടി. നിങ്ങളില്ലെങ്കിലും ഞാൻ മത്സരിക്കും. കല്യാണത്തിന് മുമ്പ് എന്റെ അച്ഛൻ കലാമണ്ഡലത്തിൽ ചേർത്ത് പഠിപ്പിച്ചത് എന്ത് പ്രതീക്ഷയോടെയായിരുന്നു. എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എന്തായി? ഒക്കെ നശിച്ചു. നിങ്ങളെ പോലൊരു വില്ലേജ് അസിസ്റ്റന്റിനെ കല്യാണം കഴിച്ചുകൊണ്ടുള്ള എന്റെ ആകെ നേട്ടം വർഷാവർഷം ഓണപരിപാടിയിൽ പങ്കെടുക്കാം. അതുവഴി എന്റെ കഴിവുകളൊക്കെ തെളിയിക്കാം. അതാണ് കലാകാരി. നിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്താൽ നീ എങ്ങനെ മത്സരിക്കോടി? ജാതി വർത്താനൊന്നും പറയില്ല. നിങ്ങൾ എന്തിനാണ് ഈ ഒരു പരിപാടിക്ക് വേണ്ടിട്ട് നിങ്ങൾ അതൊന്നും ചെയ്യണ്ട. ലോലിത, ഈ എന്റെ ആ ലോക പ്രശസ്തമായ ആ പാട്ടെന്നെ പാടും. ഒരാളെ ഇൻസൾട്ട് ചെയ്യണതിന് ഒരു പരിധിയുണ്ട്. വേറെ പാട്. ഞാൻ ഈ വേറൊരു പാട്ട് പാട്. നിർബന്ധിച്ചാ പാടാം. വേറെ പാട്ട് പാട് ലോലിത, നിർബന്ധിച്ച്. ഏത് പാട്ടാ ലളിത? പൂവേ പൊലി പൂവേ എന്ന് പറഞ്ഞ വേറെ പാട്ടുണ്ട്. ഇത്ര നല്ല പാട്ടുണ്ട്. കാഫുമല കണ്ട പൂങ്കാറ്റ്. എന്താ ഓണല്ലേ? പാട്. നേരത്തെ പാടിയത് അത് വേറെ, ഇത് വേറെ പാട്ട് സാറേ. ഇത് മൊത്തം തെറ്റിക്കും. പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ. അതെ മോള് കലാമണ്ഡലത്തിലൊക്കെ പഠിച്ച കുട്ടിയല്ലേ? മോൾ എന്തായിട്ട് അവതരിപ്പിക്കണേ? ഞാൻ ഓട്ടം തുള്ളല് കളിക്കട്ടെ ഏട്ടാ? ഓട്ടം തുള്ളല് മോള് ഓടിക്കോ. തുള്ളല് അയാൾ നടത്തല്ലേ? നല്ലതായിരുന്നു. ഈ നല്ലതാണ് ലോലിത. അതിന്റെ മുകളിൽ കയറി പിടിക്കല്ലേ? അവളുടെ ഒരു ഐറ്റം കാണിക്കണ്ടേ? അത് നല്ലതാണ്, അത് നല്ലതാണ്, അത് നല്ലതാണ്, ഗംഭീരാണ്. ഇത്ര സ്ഥലം മതിയാവോ? കുറച്ചുകൂടി സ്ഥലം വേണം. ഈ ഓട്ടം തുള്ളൽ എവിടെ ഉണ്ടെങ്കിലും കാണാൻ പോകും. നല്ലൊരു ആസ്വാദകനാ. ഇവിടെ മാറി കളിക്കട്ടെ. തെറ്റിക്കണ്ട. എന്റെ ഇഷ്ടംമാരി തുടങ്ങട്ടെ സാർ. മർക്കടവരനുടെ വാക്കുകൾ കേട്ടു. മർക്കടവരനുടെ വാക്കുകൾ കേട്ടു. ഉൾക്കടരോഷമിരന്നതകരുടൻ. മർക്കടവരനുടെ വാക്കുകൾ കേട്ടു. ഉൾക്കടരോഷമിരന്നതകരുടൻ. നോക്കിട മൂത്ത കുരങ്ങാ നിന്നുടെ. മൂത്ത കുരങ്ങാ നിന്നുടെ. നോക്കട മൂത്ത കുരങ്ങാ നിന്നുടെ. നോക്കട മൂത്ത കുരങ്ങാ നോക്കട മൂത്ത കുരങ്ങാ നിന്നുടെ. നോക്കട മൂത്ത കുരങ്ങാ നിന്നുടെ. മൂത്ത കുരങ്ങാ നിന്നുടെ. ധിക്കാരം മമ കേൾക്കരുതിപ്പോൾ. നോക്കട മൂത്ത കുരങ്ങാ നിന്നുടെ. ധിക്കാരം മമ കേൾക്കരുതിപ്പോൾ. ഇങ്ങനെയായിരിക്കണോ? അല്ലാണ്ട് എന്റെ ഒരു പാട്ട് തന്നെ എല്ലാ കൊല്ലവും പാടലല്ല. അതെ സാർമാരെ, ഇവിടെ ഒരു വില്ലേജ് ഓഫീസ് ഉണ്ടായിരുന്നു. അതിപ്പോ എവിടെയാ? ഇതന്നെ വില്ലേജ് ഓഫീസ് തന്നെയാണ്. ഞാൻ വിചാരിച്ചു ഈ കലാമണ്ഡലത്തിന്റെ ഏതെങ്കിലും ബ്രാഞ്ച് ആവും. താലൂക്ക് തല ഓണാഘോഷത്തിന് ഞങ്ങളുടെ ഈ വില്ലേജ് ഓഫീസിൽ നിന്ന് കുടുംബസമേതം മത്സരിക്കുന്നുണ്ട്. അതിന്റെ റിഹേഴ്സലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ ഇതൊക്കെ? അതൊന്നും തുടരുത്. എന്താ ആവശ്യം? എന്താ വന്ന്? ഞാനേ
ഒരു അപേക്ഷ തരാൻ വേണ്ടി വന്നതാ. അപേക്ഷ തരാൻ വേണ്ടി വന്നാണ്. ഞാൻ വിചാരിച്ച ഓണാഘോഷ പരിപാടിക്ക് പ്രചരണ ദിവസം കെട്ടി വന്നേക്കാണ്. ജോലിടാ അങ്ങോട്ട് ചെന്നോ. അറിയല്ലേ മാമന്റെ പേരെന്താണ്? പേര് സത്യശീലൻ. കുറക്കണ്ട, മുഴുവൻ പേര് എഴുതിക്കോ. സത്യശീലൻ. ഒരു 1000 രൂപ. അപ്പൊ ഈ കൈക്കൂലി വാങ്ങണേന് റെസിപ്റ്റ് ഉണ്ടോ? അതെ, ഓണാഘോഷ പരിപാടികൾ നടക്കല്ലേ. അതെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ പറഞ്ഞവരുടെ ഒരു ചെറിയ സംഭാവന വാങ്ങുകയാണ്. അല്ലാണ്ട് കൈക്കൂലിയല്ല. അതാണ് ഈ ഓണൊക്കെ ആവുമ്പോ ഒന്ന് ഓഫീസിലേക്ക് വരരുത് പണ്ടുള്ളവർ പറയണത്. താലൂക്ക് തല ഓണാഘോഷത്തിന് ഞങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ ഒരുപാട് ചെലവുണ്ട്. അപ്പൊ ഈ താലൂക്ക് പരിധിയിൽ പെടുന്ന ഒരാളായത് കൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു സഹായം നമ്മൾ പ്രതീക്ഷിക്കും. എന്റെ പേരക്കുട്ടികൾക്ക് എങ്ങനെ ഓണക്കോടി എടുക്കുന്നു വിചാരിച്ചിട്ട് അതിന് മാർഗമില്ലാതെ വിഷമിച്ചിരിക്കുകയാണ് ഞാനിപ്പോ. തരില്ല. തരില്ലാന്നല്ല, കയ്യിലില്ല. അതുകൊണ്ടാണ് അല്ലി തരൂ. വേണ്ടേ? അപ്പൊ നമുക്ക് റിഹേഴ്സൽ മണ്ടോ തുടങ്ങട്ടെ. അല്ല, അപ്പൊ ഈ അപേക്ഷ ചക്രാദികളും വന്നു വണങ്ങും, ചക്രാദികളും വന്നു വണങ്ങും, ചക്രായുധനെ കൊണ്ടു ദുഷിക്കും, ചക്രാദികളും വന്നു വണങ്ങും, ചക്രായുധനെ കൊണ്ടു ദുഷിക്കും. വക്രാത്മാവേ നിന്നോടു കിഞ്ചന, വക്രാത്മാവേ നിന്നോടു കിഞ്ചന, വക്കാണിച്ചേ മതിയാമിപ്പോൾ, വക്രാത്മാവേ നിന്നോട് കിഞ്ചന, വക്കാണിച്ചേ മതിയാ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. എന്താ ഇത് തുള്ളല് തുടങ്ങിയിട്ടുള്ളൂ? ഇത് തുള്ളൽ അവസാനിക്കുമ്പോ പറഞ്ഞതാ. എന്റെ അപേക്ഷ വാങ്ങി വെക്കാതെ നിങ്ങളുടെ റിഹേഴ്സൽ ഒന്നും നടക്കില്ല ഇവിടെ. എന്നാ ഒന്ന് കാണണമല്ല കളിക്കടി. മർക്കടകീടാമില്ലട നിന്നുടെ, മർക്കടകീടാമില്ലട നിന്നുടെ, നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. ഇയാൾ ഒരുങ്ങി ഇറങ്ങിയിരിക്കുക. എങ്ങനെയെങ്കിലും ആ അപേക്ഷ മേടിച്ചിട്ടൊന്ന് പറഞ്ഞു വിട്. എന്താ കാരണവരെ നിങ്ങളുടെ പ്രശ്നം? ഇതാദ്യം ചോദിച്ചൂടെ? ഞാൻ വന്നപ്പോ സാറേ, ഇന്നലത്തെ കാറ്റിലും മഴയിലും എന്റെ വീട് തകർന്നു. ഏകദേശം ഒരു 3-4 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഈ ദുരിതാശ്വാസ നിധി ഉണ്ടല്ലോ, അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും ധനസഹായം കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാ. അതിനൊരു അപേക്ഷ തരാൻ. അതിനിപ്പോ സംഭവം എന്താ വെച്ചാൽ നിങ്ങള് ഈ ജാതി കാര്യങ്ങൾക്കൊക്കെ അവിടെ സൈറ്റിൽ വന്ന് അവിടുത്തെ നാശനഷ്ടങ്ങളുടെ ഒരു ലിസ്റ്റൊക്കെ തയ്യാറാക്കി അങ്ങനെയൊക്കെ വലിയ പണി ഉണ്ടായിന്. അത് അങ്ങനെ പറ്റില്ല. അപ്പൊ അതെന്താ? അപ്പൊ അത് വന്നത് ചെയ്തു നോക്കിയാ പോരെ? നോക്കാം. ഇവിടെ സമയം ഇവിടെ റിഹേഴ്സൽ തന്നെ ഒരു വൈക്കും ആയിട്ടില്ല. അതിന്റെ ഇടയിൽ നിങ്ങൾ ഓണം കഴിഞ്ഞിട്ട് വരി. അതെങ്ങനെ സാറേ? ഇപ്പൊ കൊടുക്കേണ്ട അപേക്ഷ ഇനിയിപ്പൊ അടുത്ത വേനൽക്കാലത്ത് കൊടുത്താൽ മതിയോ? വിൽക്കാൻ വെച്ച വീടാണെങ്കിൽ സാർ ഇതിനു മുന്നേ കച്ചവടാക്കി തന്നെ. പോരാത്തതിന് സൈറ്റ് നോക്കാൻ വരെ ഇവിടെ വില്ലേജ് ഓഫീസർ വന്നിട്ടില്ല. ദോ ചെരുപ്പ് വെച്ചേക്കുന്നുണ്ടോ? ഓഫീസർ ലീവിന് പോകുമ്പോ ചെരുപ്പ് ഊരിട്ട് ഇങ്ങനെ മേശപ്പുറത്ത് വെക്കണമെന്ന് പുതിയൊരു ഉത്തരവുണ്ടോ? വില്ലേജ് ഓഫീസറോടുള്ള സ്നേഹം മൂലം കോയ സാറ് ചെരുപ്പ് വെച്ചിട്ടാണ് ഇവിടെ ഭരിക്കുന്നത്. എന്തും ആ ചെരുപ്പിനോട് ചോദിച്ചിട്ടേ കോയ സാറ് ചെയ്യൂ. വാ, അങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞാലേ മനസ്സിലാവും. ഒരു സ്പെഷ്യൽ വില്ലേജ് ഓഫീസർക്ക് അതിൻ്റെതായിട്ടുള്ള ചില പരിമിതികളുണ്ട്. അപ്പൊ നമുക്ക് സാറിനോടും ചോദിക്കാം. സാറേ, ഈ ദുരിതാശ്വാസ സഹായത്തിന് വേണ്ടിയിട്ട് ഒരു അപേക്ഷയായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. വാങ്ങി വെക്കട്ടെ? വാങ്ങി വെച്ചോളാം. വാങ്ങി വെച്ചോളാം. പിന്നെ ഇന്ന് തന്നെ പോണോ? ഇവിടെ ഈ ഓണാഘോഷ പരിപാടിയുടെ റിഹേഴ്സലൊക്കെ നടക്കുകയാണ്. വേണ്ട അല്ലേ? വേണ്ട, ഇന്ന് പോണ്ടാന്നാ. അത് പറ്റില്ല സാറേ. നിങ്ങൾ ആരും വരാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. നമ്മൾ ചെല്ലാണ്ട് ഇവിടുന്ന് മൂപ്പിന് പോവില്ലാന്നാ പറഞ്ഞത്. എന്താ കണ്ട്? തലക്കടിക്കാനാ പറയുന്നത്. എന്നാ പോവാ. ഓ അത്രേ ഉള്ളു, അത്രേ ഉള്ളു. എന്താ സാർ ഇപ്പൊ പറഞ്ഞത്? യോജിത, ഒരു 2 ലക്ഷം രൂപ ദുരിതാശ്വാസ ഫണ്ടിലേക്കായിട്ട് എഴുതിയിട്ട്
അതില് നമ്മുടെ വിഹിതം ഇപ്പൊ തന്നെ വാങ്ങിക്കോളാനാ സാറ് പറഞ്ഞത്. തരില്ല. ആ വകുപ്പിൽ തരാൻ 5 പൈസ എന്റെ കയ്യിലില്ല. ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല, സാറിനോട് ഞാൻ ഇപ്പൊ ചോദിച്ചു കേട്ടില്ല. നിങ്ങള് സാറാണ് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ മുമ്പിൽ വെച്ചല്ല കോയ സാർ ചോദിച്ചത്. നിങ്ങളെന്താണ് ആളുകളെ പൊട്ടനാക്കുക? പല മന്ത്രവാദികൾ ഇതുപോലൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. നിങ്ങളെന്താ ഇവിടെ മന്ത്രവാദം തുടങ്ങിയോ? തുടങ്ങി. അതെ, ഇവിടെ എന്നിട്ട് കാര്യമൊന്നുമില്ല. ഓഫീസർ പറഞ്ഞു കേട്ടില്ലേ? ചെല്ലുകാരനെ ഇവിടെ പരിപാടികളാണ്. വയസ്സാം കാലത്ത് ഓരോ കാര്യങ്ങളാണ്. എന്നാ അങ്ങോട്ട് റിഹേഴ്സൽ അങ്ങോട്ട് കൊടുക്ക. നമ്മുടെ തലമണ്ടൊക്കെ ഒന്ന് തന്നാണ്ടല്ലോ, തലമണ്ട പൊളി. ആയിക്കോട്ടെ. താനോ താനും താനിന്നോ താനിന്നാനോ തനതന താനോ താനും താനിന്നോ താനിന്നാനോ താനോ താനിന്നാനോ താനിന്നാനോ തനതന താനോ താനിന്നാനോ താനിന്നാനോ ഞാനും രാണികനും കോട്ടുവരമ്പ പോകുമ്പം കോട്ടുവരമ്പൊരു ചക്കർത്തുണ്ടം കൊണ്ടോരി നെഞ്ചില മുക്കി തിന്നുമ്പം പടക്കറത്ത പാറ്റ പോലെ മൂത്രം വന്നേ ഇങ്ങനെ പാടേ പാലക്കാട് പോയി വരട്ടെ, കവടിക്കിണ്ണം വാങ്ങി വരട്ടെ, പാടിയ പാട്ടുകാരന് കഞ്ഞി കൊടുക്കാറ്. പാട്ട് മാത്രം പാടിയാ പോരാ, പാട്ടുകൾക്ക് കളിക്കാൻ വേണം. ചവിട്ടക്കാല് മുന്നോട്ട് വെള്ളുറ്റും കാല് മുന്നോട്ട് പാടാനറിയില്ലെങ്കിൽ പറഞ്ഞൂടെ, അങ്ങനെ പാതിരക്ക് പോയിരുന്ന് ചൊറിഞ്ഞൂടെ. എവിടുന്ന് വന്നിറങ്ങണ കുമ്പളം കൊച്ച, എവിടുന്ന് വന്നിറങ്ങണ കുമ്പളം കൊച്ച. താനും താനും താനോ താനിന്നാനോ തനതന താനും താനും താനോ താനിന്നാനോ താനും താനും താനോ. അയാൾക്ക് പാട്ടൊക്കെ അറിയാ. എല്ലാവർക്കും ഓണത്തിന്റെ ഗിഫ്റ്റ് ഉണ്ട്. ഓഫീസറുടെ മേശം വെച്ചേട്ടെ. ഇവിടെ വെക്ക്, അവിടെ ഓഫീസറൊന്നും ഇല്ല. ഇവിടെ ഒക്കെ ഞങ്ങള് വന്നിട്ട് എടുത്തോളാം. ഇന്ന ഇത് മന്ത് കൊണ്ടോ? ഇതെല്ലാവർക്കും കൂടി ഉള്ളതാണ്. ആയിക്കോട്ടെ 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 ആയിക്കോട്ടെ. നല്ലൂടല്ലേ അച്ഛനാണ് അതിവിടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയണ്ടിട്ട് സാറേ. ഈ ഓണത്തിന് വന്ന ഗിഫ്റ്റ് ഒക്കെ നിങ്ങൾ എല്ലാരും കൂടി അടിച്ചെടുക്കാൻ വേണ്ടിയേ വില്ലേജ് ഓഫീസർ ആക്സിഡന്റ് ആക്കി കിടത്തി കളഞ്ഞെന്നാണ് പുറത്ത് സംസാരം. പറഞ്ഞിണ്ടാക്കല്ലേ പോയാ സൈക്കിളിന്റെ ബ്രേക്ക് പൊട്ടിച്ചു വെച്ചെന്നാ. നല്ല കാര്യായി. ഞങ്ങൾ ഇപ്രാവശ്യം എന്താണ് പാരിജാത എല്ലാ പ്രാവശ്യം ഇങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുവരുന്നാണല്ലോ. കണ്ടില്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ചിരിക്കേന്. സാറേ എനിക്ക് അല്പം ധൃതിയുണ്ടേ. ഞാൻ വന്നത് എനിക്കൊരു 2 വരുമാന സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. ഇതെന്തിനാണ്ടോ 2 അതൊന്നും എല്ലാരും കൂടി എടുക്ക്. ഒന്ന് എനിക്ക് 20,000 രൂപയിൽ താഴെ പാടുള്ളൂ മകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിട്ട്. ഒന്ന് ഒരു 10 ലക്ഷം രൂപ ലോൺ അപേക്ഷിച്ചിട്ടുണ്ട്. അതിനൊരു 5 ലക്ഷത്തിന് മുകളിലുള്ള ഒരെണ്ണം വേണം. അങ്ങനെ മാറ്റി മറിച്ചും വേണം. 2 വേണം. ഇല്ലാത്ത രീതിയിലും ഉള്ള രീതി വേണം. തിരക്കുണ്ട്. ശരി, അത് ഫയലെടുത്തിട്ട് വെച്ചാ ഞാൻ. അപ്പൊ റിഹേഴ്സലോട് കോളി. മോനെ എന്റെ മിമിക്രി കണ്ടിട്ടുണ്ട്. ഒരുപാട് സ്റ്റേജില് നീ എന്തിനാണ് നോക്കണേ? അവൻ എന്റെ പയ്യനല്ലേ. എന്താ കടിച്ച് കടിച്ച് കടയണ്ട് കടയണ്ട്. എന്നെ ആശുപത്രി കൊണ്ടോ, ഞാൻ ആശുപത്രി കൊണ്ടോ. വെറുതെ എന്റെ ഇടയ്ക്ക് ആ ഫയലൊക്കെ ഒന്ന് എടുത്ത് നോക്കണോന്ന് പറയണത് ഇപ്പൊ. എടാ സുഗത, ഒരു കയറെടുത്താ കടിച്ചിട്ട് മേളിൽ കെട്ട്. ആ മണ്ടുവിന്റെ ഷാളൊന്നും എന്തെങ്കിലും മേടിച്ച് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ സാറേ? അത് കൊള്ളാം. രാവിലെ തൊട്ടിരുന്ന് മകിടി ഊതി പാമ്പിന്റെ പാട്ടും പാടിയിട്ട് അല്ലേ നമുക്ക് ഡോക്ടറെ എടുത്തോണ്ടോ? ആശുപത്രി കൊണ്ടുപോയിട്ടൊന്നും കാര്യമില്ല. എടാ നമ്മുടെ ആ ചാലിയോട് ഗ്രാമത്തിൽ ഒരു വൈദ്യനുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിനടുത്ത് കൊണ്ടുപോയി ചിലപ്പോ രക്ഷപ്പെടും. ചിലപ്പോ തല കറങ്ങ
വൈദ്യരെ ആരാ വൈദ്യരില്ലേ? ഉണ്ടല്ലോ, മുത്തശ്ശൻ തിരക്കില്ല. എന്നെ ഓണപ്പാട്ട് പഠിപ്പിക്കാം. മോളെ പാട്ടൊക്കെ പിന്നെ പഠിക്കാം. ഈ മാമനെ പാമ്പ് പിടിച്ചു, ഒന്ന് പെട്ടെന്ന് വിളിക്കോ. അല്ല എന്താപ്പോ എല്ലാവരും കൂടെ നിങ്ങൾ ഇവിടെ വന്ന വൈദ്യരെ വിളിക്ക്. ആ വൈദ്യര് ഞാൻ തന്നെയാണ്. അല്ല ഈ ലക്കടി വൈദ്യരെ ലക്കിടി വൈദ്യര് ഞാൻ തന്നെ. ഞാൻ ഈ വിഷമൊക്കെ ഇറക്കുന്ന ഒരു ചികിത്സയൊക്കെ ഉള്ളത് കൊണ്ട് ആളുകൾ ലക്കിടി വൈദ്യം എന്ന് വിളിക്കുന്നു, അത്രേ ഉള്ളൂ. ആ ഇതിപ്പോ എന്റെ വീടല്ല, എന്റെ മകളുടെ വീടാ. എന്റെ വൈദ്യരെ ഒന്ന് നോക്ക് വൈദ്യരെ, പാമ്പ് കടിച്ചേ. ആ എന്റെ വീട് കാറ്റിലും മഴയത്തൊക്കെ നശിച്ചു പോയി. അപ്പൊ മോളുടെ വീട്ടിലാ താമസം. പാമ്പ് കടിച്ച്. ആ മകനൊക്കെ ഇപ്പൊ പുറത്താ, അവരൊക്കെ ജോലിക്ക് പോയതാണ്. ഞാൻ ഇവളെ പാട്ട് പഠിപ്പിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഇവള് അസലായിട്ട് പാടും. വൈദ്യരെ പാമ്പ്. ആ വൈദ്യരെ പ്ലീസ്. ആ നോക്കാ, കഴിഞ്ഞ പ്രാവശ്യത്തെ പാട്ടിന് അവൾക്ക് 1ാം സമ്മാനം ഉണ്ട്. അപ്പൊ ഇപ്രാവശ്യം പാട്ട് പഠിക്കാൻ വേണ്ടി എന്റെ അടുത്തേക്ക് അങ്ങോട്ട് വരാൻ വേണ്ടി ഇരുന്നതാ. പഠിച്ച് വൈദ്യരെ. ആ പല്ലേറ്റുണ്ട് നോട്ടെ. ഇപ്പൊ ഏത് മാളത്ത് കൊണ്ടുപോയിട്ടാ കൈയിട്ടത്? മാളത്തിലല്ല, ഫയലില്. വയലിലോ? ഫയലില്. മുത്തശ്ശൻ പാട്ട്. ഒന്ന് നോക്ക് വൈദ്യരെ. നോക്കാ, പാട്ട് പിന്നെയും പഠിക്കാലോ. അവിടെ ഇരിക്കട്ടെ. ഇത് പകരം കറ്റ കയറിട്ടു, കയറാൽ 5 മടക്കിട്ടു. സാറേ. മടക്കിട്ടു. നെറ്റിപ്പട്ടം പൊട്ടിട്ടു, നേരെ വാതിക്ക നെയ്വെച്ചു. മടേ നെറ്റിപ്പട്ടം പൊട്ടിട്ടു, നേരെ വാതിക്ക നെയ്വച്ചു. ചെന്നുകുലുങ്ങി ചന്ദ്രമാനപ്പൂവേ. ചെന്നു കുലുങ്ങി ചന്ദ്രമാനപ്പൂവേ. ആ ഇത് നന്നായിട്ട് കടിച്ചിട്ടുണ്ട്. കടിച്ചിട്ടുണ്ട്. ആ ഇവിടെ ഇപ്പോ വേദന ഉണ്ടോ? ഇല്ല. ഓ പാമ്പ് കടിച്ചിട്ടും തനിക്കൊന്നും വേദന ഇല്ലേ? കടച്ചിലാണ്, കടച്ചില്. കടച്ചിലാണ്. ആ അപ്പൊ മോളെ ബാക്കി പാട്. കറ്റ കയറിട്ടു, കയറാൽ 5 മടക്കിട്ടു. പഠിക്കോ. കയറിട്ടു, കയറാൽ 5 മടക്കിട്ടു. നെറ്റിപ്പട്ടം വേറെ എവിടേക്കും കൊണ്ടായാലും ഇതെന്ന് അസല് വൈദ്യരാണതേ. പാട്ട് കഴിയുമ്പോഴത്തേക്ക് നിന്റെ മയ്യത്ത് ഇവിടുന്ന് കൊണ്ടുവരും. ചിലപ്പോ വിളിച്ചു വരുത്തായിരിക്കും പാമ്പിനെ. എന്നെ ഇവിടുന്ന് എവിടെയും കൊണ്ടുപോകും. ഇയാളെന്നെ കൊല്ലും. ടെൻഷൻ അടിക്കില്ലെന്ന് ചെരസിൽ കയറും. സാർ കാര്യം സാധിച്ചു കൊടുക്കാത്തോണ്ട് പ്രതികാരം ചെയ്യായിരിക്കും. പകരം വീട്ടിലാണ്. പകരം വീട്ടിലാണ്. ഇതാ, ഇത് 2 ഗുളികണ്ട്. ഇതങ്ങോട്ട് വിഴുങ്ങ്. വെള്ളം തരില്ല, വെള്ളം കുടിക്കാൻ പാടില്ല. ചെറിയൊരു നീറ്റലുണ്ടാവും. അമർത്തി പിടിച്ച. ഞാൻ ജീവിച്ചിരിക്കോ ഇതിനെ? ഞാൻ രസപ്പെടുവോ? ആ അത് എനിക്ക് എന്റെ ഗുരുവിനോടൊന്ന് ചോദിക്കാം. ഒന്ന് വേഗം ചോദിക്ക്. ആ പലക എടുക്ക. പലക ഇതെന്റെ ഗുരുവാ. ഇതെന്റെ ഗുരുവാണ്. ഗുരു, എന്റെ മുമ്പിൽ കുറച്ച് ആളുകൾ വന്നിരിപ്പുണ്ട്. ഒരാളെ പാമ്പ് കടിച്ചിട്ട്. ആ അപ്പൊ അയാൾ ജീവിച്ചിരിക്കോ മരിക്കോ എന്ന് അയാൾക്ക് അറിയണം. ആ എന്താ പറയണേ? മരിക്കും എന്നാ പറയണത്. എന്താ? ആ പെട്ടെന്നുണ്ടാവില്ല, കുറച്ച് കഴിഞ്ഞാലേ മരിക്കൂ. കുറച്ച് നേരം അങ്ങനെ കിടക്കും. സാറിന്റെ വില്ലേജ് ഓഫീസർ ചെരുപ്പെന്ന പോലെ ഈ വൈദ്യന്റെ ഗുരുവാണ് ആ പലക. ഓഫീസിൽ നടന്ന സംഭവം മനസ്സിൽ വെച്ചിട്ട് സാറിനോട് പ്രതികാരം ചെയ്യല്ലേ? ജീവൻ കൊണ്ടുള്ള കളിയാണ്. പ്രതികാരം ചെയ്യാനോ? ഞാനോ? ഇത് തലമുറയായിട്ട് കൈവന്നിട്ടുള്ള ഒരു സിദ്ധിയാ. അതിന്റെ നന്മ എനിക്ക് കാത്തു സൂക്ഷിക്കും. സ്വന്തം ജീവൻ പോയാലും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കണമെന്നാ കാരണവന്മാര് പറഞ്ഞു തന്നിട്ടുള്ളത്. അതെനിക്ക് നോക്കണ്ടേ? ഇതിപ്പോ അത്ര കാര്യമായിട്ടുള്ള രീതിയിലൊന്നും ഏറ്റിട്ടില്ല. ഇല്ല. അതിനിപ്പോ ഈ ചികിത്സയൊക്കെ ധാരാളം മതി. അപ്പൊ ഒരു കാര്യം ചെയ്യാ, ഇനി പോയിക്കോളൂ. പോയിട്ടേ നന്നായിട്ട് വിശ്രമിക്കേ. പിന്നെ ഇന്ന് രാത്രി ഉറങ്ങണ്ട.
പിന്നെ എപ്പോഴാ ഉറങ്ങാ? രാവിലെ അയ്യോ ഓഫീസിൽ പോകുന്നുണ്ടല്ലോ, അവിടെ ഇരുന്ന് ഉറങ്ങിക്കൂടെ? അപ്പൊ എന്നാ ശരി. എത്ര ഫീസ്? അതെന്താ കോയ സാർ, ഇതിനാണ് രൂപ എത്ര ചോദിക്കണം? ഒരു 500 രൂപ എടുത്ത് അങ്ങോട്ട് കൊടുത്തേ. അങ്ങോട്ട് കൊടുക്ക്. അത് എന്താ അറിയോ, പൈസ ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല, പക്ഷെ ഗുരുവിനോടൊന്ന് ചോദിക്കാം. ഗുരു, ഇവരിപ്പോ ഇതിന് പ്രതിഫലമായിട്ട് ഒരു 500 റുപ്യ തരണമെന്ന് വിചാരിക്കണോ? 500 റുപ്യ വാങ്ങിയാ മതിയോ അതോ? അതെല്ലേ. ഓ ഓ ഓ ഓ ശരി ശരി. എന്താ പറഞ്ഞേ? ഒന്നുമില്ല. ഒന്നുമില്ല. എന്നാലും ഗുരു എന്താ പറഞ്ഞേ? ഒന്നുമില്ല. എന്നാലും പറയേ. പൈസ വേണ്ട, നിങ്ങൾ പൊക്കോ. എന്നാലും ഗുരു എന്തോ പറഞ്ഞല്ലോ. ആ ചെറ്റകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങണ്ട, അതൊന്നും ഒരു ഉപയോഗത്തിനും കൊള്ളില്ല. അപ്പൊ പിന്നെ ഞാൻ വാങ്ങാൻ പാടോ? വേണ്ട, പോയിക്കോ. കാശ് വാങ്ങിക്കാൻ ഇതെന്താ നിങ്ങളുടെ ഓഫീസാ? ഇവ ഈ കയ്യിൽ വെച്ച് കെട്ടിയ പച്ച സൗജന്യമായിട്ട് പ്രകൃതി തന്നതാ, അതിന് കാശ് വാങ്ങിയിട്ടില്ല. എന്തിനും ഏതിനും കാശ് കാശ് എന്നുള്ള ഒരു ആർത്തി അത് മനുഷ്യര് കൊള്ളില്ല. ഓണം പ്രകൃതിയുടെ ഉത്സവമാണ്. നമ്മുടെ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി പ്രകൃതി വാരിക്കോരി തരുന്ന ഉത്സവം. ഈ ഓണക്കാലത്തെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ലാഭേച്ഛയില്ലാതെ എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. എന്തെങ്കിലും. എടുത്തോണ്ട് പോ. കച്ച കച്ച കയറിട്ടു, കയറാലഞ്ചു മടക്കിട്ടു. കയറിട്ടു, കയറാലഞ്ചു മടക്കിട്ടു. നെറ്റിപ്പട്ടം പൊട്ടിട്ടു.